ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങണേ. അപ്പോൾ നമ്മൾ 4 പേരും കൂടെ നേരെ തോമ്പുടിലാണ് പോയത്. അങ്ങനെ നമ്മുടെ ടൂ വീലർ ഒരു സൈഡാക്കി തലയിലത്തെ കിരീടവും ഇറക്കി വെച്ച് നമ്മൾ റോഡിലോട്ട് ഇറങ്ങി. കാരണം 3-4 കടയിൽ കയറാനുണ്ട് കേട്ടോ തോമ്പുടിയിൽ തന്നെ. സ്കൂളിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ എല്ലാ വർഷവും കയറുന്നത് ഈ ഒരു കടയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ആലുവിന് പൗച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കയറിയത്. അപ്പോൾ ആലുവിന് അവിടെ മുഴുവനും നോക്കിയിട്ട് ഒരു പൗച്ചും പിടിച്ചില്ല, ബോക്സും പിടിച്ചില്ല. വേറെ കടയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ബുക്ക് പോലെയാണ് ബ്രൗൺ പേപ്പർ, നെയിം സ്ലിപ്പ്, പിന്നെ ആമിക്കുട്ടിക്ക് ഒരു സ്നാക്സ് ബോക്സ്, പെൻസില്, പേന, റബ്ബർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി. ഇതെല്ലാം ഇവിടെ നിന്ന് വാങ്ങി വെച്ച് നമ്മൾ നേരെ ഇനി പോണത് ജിയാ സ്റ്റോഴ്സിലോട്ടാണ് കേട്ടോ. അപ്പോൾ ആമിക്കുട്ടിക്കും ആലുവിനും വാട്ടർ ബോട്ടിലും വാങ്ങണം, പിന്നെ ആമിക്ക് ലഞ്ച് പ്ലേറ്റും വാങ്ങണം. ആമിക്ക് ലഞ്ച് ബോക്സിൻ്റെ ആവശ്യമില്ല കേട്ടോ, പ്ലേറ്റാണ് വേണ്ടത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയത് കുറച്ച് പണ്ടപ്പരപ്പം പോലത്തെ വലുതാണ്. അപ്പോൾ അത് ഞാൻ കരുതിയെന്നാൽ ഈ പ്രാവശ്യം ചെറിയൊരു ഒതുങ്ങിയ പ്ലേറ്റ് വാങ്ങാമെന്ന് കരുതിയിട്ടാണ് ജിയാ സ്റ്റോഴ്സിലോട്ട് പോകാൻ വേണ്ടി പോണത്. ഇറങ്ങിയപ്പോൾ തുടങ്ങി പറയാനാണ് ദാഹം വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി കേട്ടോ, അപ്പം ദാഹമാണ്. പിന്നെ ഒരു കുഞ്ഞ് സ്ലൈസൊക്കെ വാങ്ങിക്കൊടുത്ത് സമാധാനപ്പെടുത്തിയിട്ട് നമ്മൾ ജിയാ സ്റ്റോഴ്സിലോട്ട് പോകുന്നേ. അവിടെ വന്ന് പ്ലേറ്റ് നോക്കിയപ്പോഴത്തേക്കും മാമിക്ക് പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ കരുതി എന്നാൽ ചുള്ളിക്കൽ വിശാലിലോട്ട് പോകാമെന്ന്. അപ്പോൾ തോമ്പുടിയിൽ കയറാനുള്ള കടകളിലൊക്കെ കയറി വാങ്ങാനുള്ളതൊക്കെ വാങ്ങിയിട്ടും അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ ആമിക്കുട്ടിക്ക് ഒരു ഷൂസ് വാങ്ങാൻ വേണ്ടി മാർസണിൽ കയറി ഒരു ഷൂസൊക്കെ എടുത്തു കേട്ടാ. ആലുവിന് പഴയ ഷൂസ് തന്നെ ഉണ്ട്, അതൊരു കുഴപ്പമില്ലാണ്ടിരിപ്പുണ്ട്. അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ സോൾട്ടിലോട്ട് കയറി കേട്ടോ. അപ്പം മന്തിയാണ് പറഞ്ഞത്. എപ്പോഴും ഫുള്ളായിട്ട് പറയുമ്പോഴത്തേക്കും ഇട്ടുകൊണ്ട് വട്ട് തട്ടലാണ്. ഈ പ്രാവശ്യം ഹാഫാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിക്കാമെന്ന് കരുതി. ഈ പ്രാവശ്യം 2 പേർക്കും ബാഗ് വാങ്ങണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗ് ഒരു കുഴപ്പമില്ലാതെ അനങ്ങാതെ ഇരിപ്പുണ്ട്. ഇനി എന്തെങ്കിലും കുഴപ്പം പറ്റണമെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് വാങ്ങാമെന്ന് കരുതി. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരത്തെ ചുള്ളിക്കൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. 2 കറി വയ്ക്കാൻ പറ്റിയൊരു കുഞ്ഞ് ചെറിയ പാത്രം വാങ്ങിയിട്ട് അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്നൊരു സ്വർണ്ണപാത്രം ആമിയുടെ കണ്ണിലുടക്കി. അങ്ങനെ അത് വേണമെന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ കഴിക്കാൻ കൊള്ളൂല കൊച്ചേന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേ. അങ്ങനെ അതേ വാട്ടർ ബോട്ടിലൊക്കെ നോക്കി 2 പേർക്കും ഒരേപോലത്തെ തന്നെ മതി. ഞാൻ പറഞ്ഞു ഒരേപോലത്തെ വാങ്ങിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും 2 പേരുടെയും ഗുസ്തി മാറ്റാൻ എനിക്ക് നേരം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് 2 പേരെ കൊണ്ട് വെവ്വേറെ വാങ്ങിപ്പിച്ചേട്ടാ. അവസാനം പിന്നെ ഒരു കുഞ്ഞ് സ്റ്റഡി ടേബിളും കൂടി ആമിക്കുട്ടിക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എപ്പോഴും താഴെ കിടന്ന് ഇങ്ങനെ ഇരുന്ന് എഴുതലാണ് കേട്ടോ പണി. അപ്പം ഞാൻ കരുതി താഴെ ഇരുന്നിട്ടും ഇതിൻ്റെ പൊക്കത്ത് വെച്ചിട്ട് എഴുതാലോ എന്ന് കരുതിയിട്ട് അതും കൂടെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടേ. അങ്ങനെ അതെല്ലാം വാങ്ങി വീട്ടിൽ വന്ന് കയറിയ പാടെ തന്നെ അതിൻ്റെ കവറെല്ലാം പൊട്ടിച്ച് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ ആ കവറൊക്കെ വലിച്ച് കളഞ്ഞ് സ്റ്റഡി ടേബിൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പേർക്കും കൊടുക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ വിടാൻ പൈസ കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും അപ്പനാണ്ട കൊണ്ടുവന്ന് പൈസ ചില്ലറ പൈസയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ടും കൊടുത്തിട്ടുണ്ട്. നോട്ട് കിട്ടിയപ്പോഴത്തേക്കും ആമിക്ക് സന്തോഷമായി കേട്ടോ. മാത്രമല്ല കേട്ടോ.